We are Monkeys monkeys on on the the roll. roll. We are heading to. നമ്മൾ ഇന്ന് ബാംഗ്ലൂരിലെ ക്രിസ്മസിന് വിറ്റ്നസ് ചെയ്യാനാണ് പോകുന്നത്. വി ആർ ഗോയിങ് ടു 2-3 പ്ലേസസ്, ബട്ട് ദർ ഇസ് എ ഹ്യൂജ് സർപ്രൈസ് ഫോർ യു. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. അപ്പോൾ അവിടെ വിടുക. സോ ഞങ്ങൾ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ബാംഗ്ലൂരിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നാണ് വീഡിയോസ് എടുത്തത്. ക്വൈറ്റ് ഫാസിനേറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ലൈറ്റ്സ്, എല്ലാ ഷോപ്സും ക്രിസ്മസിന് വരവേൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കാഴ്ച, ഇറ്റ് വാസ് റിയലി സാറ്റിസ്ഫൈങ്. മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളായിരുന്നു. ഒന്ന് ഇപ്പൊ കാണുന്ന ഈ ചർച്ച് സ്ട്രീറ്റും, രണ്ടാമത്തേത് വരാൻ പോകുന്നേ ഉള്ളൂ. അതിപ്പോ തന്നെ പറഞ്ഞ സർപ്രൈസ് പൊളിക്കുന്നില്ല. Church Street was like really bathed in the Christmas lights. It was like really beautiful. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് അങ്ങോട്ട് പോയത്. ഈ ലൈറ്റ്സ് ഒക്കെ ഇടുന്നത് നമുക്ക് ആസ്വദിക്കാനല്ലേ. അപ്പൊ ഇപ്പൊ ചിലർ വിചാരിക്കുന്നുണ്ടാവും, ക്രിസ്മസ് കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞിട്ടാണോ ക്രിസ്മസ് ലൈറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. ക്രിസ്മസിന്റെ ടൈമിൽ ക്രിസ്മസിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടായാലും ലൈറ്റ്സിന്റെ ഈ വീഡിയോസ് കാണുന്നത് ഇറ്റ് ബ്രിങ്സ് ഹാപ്പിനെസ്. ലൈറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലൊരു സന്തോഷം നിറയ്ക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് കരുതുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു. ചർച്ച് സ്ട്രീറ്റ് മാത്രമല്ല, ഈവൻ റോഡിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്ന്, രാത്രി സമയം ജോലി കഴിഞ്ഞ ആൾക്കാർ വീട്ടിൽ പോകുന്നത്. 2, ക്രിസ്മസിന്റെ മൊത്തത്തിലുള്ള ഒരു തിക്കും തിരക്കും ബാംഗ്ലൂരിൽ അനുഭവപ്പെട്ടു. ബട്ട് സ്റ്റിൽ അത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി വണ്ടി എടുത്ത് ഇറങ്ങിയത് നന്നായി എന്ന് ഫീൽ ചെയ്തു. കാരണം ഇല്ലെങ്കിൽ ഈ ലൈറ്റ്സ് മിസ്സായി പോയേനെ. ചർച്ച് സ്ട്രീറ്റിൽ മാത്രമല്ല, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലും നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ഭംഗിയുള്ള ഡെക്കറേഷൻ കണ്ടു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ. ഇതിനെ അവർ തന്നെ പറഞ്ഞത് ബിഗ്ഗസ്റ്റ് സാന്റ ഇൻ ടൗൺ എന്നായിരുന്നു. കാരണം 25 അടിയായിരുന്നു ഈ സാന്റാക്ലോസിനുള്ളത്. ഇത് നമ്മുടെ കോരമംഗലയിലുള്ള നെക്സസ് മോളിന്റെ മുൻപിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ തവണയും അവർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെക്കറേഷൻ കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇത്തവണ എനിക്കത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ദ യൂഷ്വൽ റെഡ് ആൻഡ് വൈറ്റ് സാന്റയിൽ നിന്ന് മാറി കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചിട്ടാണെങ്കിലും ആ ബ്ലൂ ആൻഡ് വൈറ്റ് സാന്റേനെ കൊണ്ടുവരാൻ അവർ കാണിച്ച ആ ഒരു മൈൻഡ്, ആ ക്രിയേറ്റിവിറ്റി, ദാറ്റ് വാസ് ലൈക്ക് റിയലി വർത്ത് മെൻഷനിങ്. ഒരു ഹ്യൂജ് ഇൻസ്റ്റാളേഷൻ തന്നെയായിരുന്നു അത്. അത് കാണാൻ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ മാളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ആരുമില്ല. എല്ലാവരും സാന്റയുടെ കൂടെ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു, സാന്റേനെ വീഡിയോ എടുക്കുന്നു. ഈവൻ നമ്മളും അത് തന്നെയാണ് ആദ്യം ചെയ്തത്. ചെന്ന ഉടനെ ഉള്ളിൽ കയറാതെ പുറത്തുള്ള തിക്കും തിരക്കിലും പെട്ടിട്ടാണെങ്കിലും സാന്റേനെ കവർ ചെയ്യാണ് ചെയ്തത്. ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ തിങ് ടു സീ. ഈവൻ രാവിലെ ലൈറ്റ് ഇല്ലാതെ കാണുമ്പോൾ പോലും നല്ല ഭംഗിയുള്ള ഒരു സാന്റാക്ലോസ് ആയിരുന്നു. അപ്പൊ ഈ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അടുത്തായത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്ഥിരം ഹാങ് ഔട്ട് ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ സാന്റ മാത്രമല്ല കേട്ടോ, ഉള്ളിൽ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതിന് മുന്നിലും പാട്ട് പാടി ആൾക്കാരെ ഹാപ്പി ആക്കുന്ന ഒരു സാന്റ ഉണ്ടായിരുന്നു. ഈവൻ അതിന് പുറമെ ഇത് ഇതിന്റെ ഫ്രണ്ട് ഡോർ ആണെങ്കിൽ ഇതിന്റെ തന്നെ ബാക്ക് വശം ഉണ്ടായിരുന്നു. അവിടുത്തെ ക്രിസ്മസ് ട്രീ ആണ് നമ്മുടെ ഈ വീഡിയോന്റെ ഫസ്റ്റ് ക്ലിപ്പിംഗ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് എ വെരി ഷോർട്ട് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക് ടു ഷോ ലവ്, share to scare, and subscribe to be surprised. Bye!